CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെ 40 ലക്ഷം കുടുംബങ്ങളിൽ ശുദ്ധജലം എത്തിക്കാൻ കഴിയുന്നുവെന്നത് പ്രധാന നേട്ടമാണെന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ചുണ്ടൽ പഞ്ചായത്തിലെ 3-ാം വാർഡിൽ പാറന്നൂർ ചിറ സൗന്ദര്യവൽക്കരണത്തിന്റെയും ഡോക്ടർ രാധാകൃഷ്ണ കൈമൾ ഹാപ്പിനെസ് പാർക്കിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ റവന്യൂ ജില്ലാ ശാസ്ത്രമേളയ്ക്ക് ചാവക്കാടും ഗുരുവായൂരിലുമായി തുടക്കമായി. അമ്യൂർ LF കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NK അക്ബർ MLA വെള്ളത്തിൽ ദീപം തെളിയിച്ചും ശാസ്ത്രപരീക്ഷണങ്ങൾ നടത്തിയും ഉദ്ഘാടനം നിർവഹിച്ചു. 2 ദിവസങ്ങളിലായി 6000-ഓളം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. കുന്നംകുളത്തിന്റെ ദേശീയോത്സവമെന്ന് വിശേഷണമുള്ള അടുപ്പുട്ടി പള്ളിപ്പെരുന്നാൾ ആഘോഷം വർണ്ണാഭം. കാഴ്ചയുടെ വിരുന്നൊരുക്കി 43 ആഘോഷ കമ്മിറ്റികളിൽ നിന്നായുള്ള ഗജവീരന്മാരുടെ കൂട്ടിയെഴുന്നള്ളിപ്പ്. എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തയ്യൂർ ആലുക്കൽ ചിറ പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനിൽ നിർവഹിച്ചു. കൊമ്പൻ കൊണാർക്ക് കണ്ണൻ ചരിഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ 8ഓടെയാണ് തെക്കേപ്പുറത്തുള്ള കെട്ടുതറയിൽ വെച്ച് ചരിഞ്ഞത്. കുറച്ചുനാളുകളായി എരണ്ടക്കെട്ടുൾപ്പെടെയുള്ള അസുഖങ്ങളുമായി രോഗാവസ്ഥയിലായിരുന്നു ആന. പാലിയേറ്റീവ് മാനേജ്മെന്റ് കമ്മിറ്റിയും പെരുമ്പിലാവ് കുടുംബാരോഗ്യ കേന്ദ്രവും കടവല്ലൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന സ്നേഹസ്പർശം പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമം നടത്തി. വിദ്യാഭ്യാസ മേഖലയിൽ RSS അജണ്ട നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന PM ശ്രീ പദ്ധതി ഒപ്പുവെച്ച് കേരളത്തിന്റെ മതേതര പൈതൃകത്തിന് പോറലേൽപ്പിച്ച LDF സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് UDF ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. കാട്ടകമ്പാൽ മാർ ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് പള്ളിപ്പെരുന്നാളിന് കൊടിയേറി. നവംബർ 2-3 തീയതികളിലായാണ് പെരുന്നാളാഘോഷം. അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റായി അഡ്വക്കേറ്റ് നളിനാക്ഷൻ ഇരട്ടപ്പുഴയെ നിയമിച്ചു. നിലവിലെ ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രൻ മരക്കാനെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി നിയമിച്ചു. DYFI ചാലിശ്ശേരി ടൗൺ മേഖലാ സമ്മേളനം സമാപിച്ചു. കവുക്കോട് പുഷ്പൻ നഗറിൽ നടന്ന സമ്മേളനം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഗായത്രി ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി UDF ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തക കൺവെൻഷൻ നടത്തി. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കുന്നംകുളം ബ്രാഞ്ചിന്റെ 25-ാം വാർഷികാഘോഷം കുന്നംകുളത്ത് സംഘടിപ്പിച്ചു. ഒരുമനിയൂർ ഗ്രാമപഞ്ചായത്തിൽ മഞ്ചാടി എന്ന പേരിൽ സംഘടിപ്പിച്ച അങ്കണവാടി കലോത്സവം പ്രസിഡന്റ് വിജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക, DA കുടിശ്ശിക അനുവദിക്കുക എന്നീ മുദ്രാവാക്യങ്ങളുയർത്തി അധ്യാപക സർവീസ് സംഘടന സമരസമിതിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് മേഖലയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.